കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് സമൂലമായ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. വിദ്യാഭ്യാസത്തിനോടൊപ്പം തൊഴിൽ പരിശീലനവും ആരംഭിക്കുക എന്ന ലക്ഷ്യത്തോടെ SSKയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിൽ നൈപുണി വികസന കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിൻ്റെ പരിശ്രമത്തിലാണിപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പഴഞ്ഞി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇത്തരത്തിലുള്ളൊരു നൈപുണി കേന്ദ്രം ആരംഭിക്കുന്നു എന്നറിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. 15 വയസ്സിനും 23 വയസ്സിനും ഇടയ്ക്കുള്ള പഠിതാക്കൾക്ക് 400 മണിക്കൂറാണ് ഇതുമായി ബന്ധപ്പെട്ട കോഴ്സുകളുള്ളത്. തീർച്ചയായിട്ടും സൗജന്യമായിട്ടാണ് ഈ കോഴ്സുകൾ എന്നുള്ളതുകൊണ്ട് ഇതിൻ്റെ ഭാഗമായി ലഭ്യമാകുന്ന തൊഴിലവസരം സ്കില്ലുള്ള ആളുകളെ ധാരാളം സ്ഥാപനങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അവർക്ക് സ്വയം ഒരു തൊഴിൽ കണ്ടെത്താനും കഴിയുന്ന കോഴ്സുകളാണ്. ഒന്ന് ഗ്രാഫിക് ഡിസൈൻ കോഴ്സാണ്, മറ്റൊന്ന് സോളാർ LED ടെക്നീഷ്യൻ കോഴ്സാണ്. അപ്പോൾ ഈ കോഴ്സുകൾ ഇപ്പോൾ ആരംഭിക്കുന്നു. തുടർന്ന് ഭാവിയിൽ നിരവധി തൊഴിൽ സാധ്യതകളുള്ള തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിയുന്ന കോഴ്സുകൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. ഇപ്പോൾ ആരംഭിക്കുന്ന ഈ സംരംഭങ്ങളുടെ തയ്യാറെടുപ്പിലാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പും SSKയും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിലാകുന്ന സമൂലമായ ഒരു മാറ്റം അത് കേരളം മാതൃകയാവുകയാണ്. ആ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിനെയും മന്ത്രിയെയും അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രധാനപ്പെട്ട എല്ലാവരെയും ഞാൻ ഹൃദ്യമായി അഭിവാദ്യം ചെയ്യുന്നു. ഗവൺമെൻറ് ഹൈസ്കൂൾ പഴഞ്ഞിയിൽ ഇത് തുടങ്ങുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ കരുതുകയാണ്. അതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് എല്ലാ പിന്തുണയും ഉണ്ടാകും എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു.